ടെറിറ്റോറിയൽ ആർമിയിൽ ഓഫീസറാകാൻ ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് വന്ന മറ്റൊരു അപ്ഡേറ്റ് ആയിരുന്നു ടെറിറ്റോറിയൽ ആർമിയിലേക്ക് എക്സാം 20-ാം തീയതി ജൂലൈ 20-ന് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു മെസ്സേജ്, അതുപോലെ തന്നെ സൈറ്റിൽ സിറ്റി കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ടും പല രീതിയിലും വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സംഭവം, അതായത് നിങ്ങൾക്ക് ഏകദേശം എക്സാം എവിടെ വെച്ചിട്ടാണ് നടക്കുന്നതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പേ ലഭിച്ചിട്ടുണ്ടാകും. 20-ാം തീയതിയാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. ഇനി അഡ്മിറ്റ് കാർഡ് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പരീക്ഷാ സെൻറ്റർ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ കോഴിക്കോടാണ് പരീക്ഷാ സെൻറ്റർ ലഭിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ കോഴിക്കോട് എവിടെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരും. എൻട്രൻസ് എക്സാമിനേഷൻ, ഓൺലൈൻ എൻട്രൻസ് എക്സാമിനേഷൻ 2025 എന്ന് പറയുന്ന ഈ ഒരു പോർട്ടലിൽ എത്തിച്ചേരും. അവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ യൂസർ ID അതുപോലെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുക. ലൈക്ക് ഇവിടെ കാണുന്ന നമ്പർ കൃത്യമായിട്ട് തെറ്റാതെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ലോഗിൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ അറിവിൽ ടെറിറ്റോറിയൽ ആർമി ഓഫീസറിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും, പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കണ്ട. കമൻറ്റ് ബോക്സിൽ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർക്ക് ചെയ്യാം. എന്തായാലും മാക്സിമം ഇത് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട. നിങ്ങളുടെ പരീക്ഷയിൽ ഒരു മുൻകൈ നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കാനായിട്ട് നമ്മൾ 1000 GK ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് പഠിക്കാനുള്ള മെത്തേഡും ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ പൊളിറ്റിക്സ് കണ്ടന്റ് ആണിത്. ഇന്ത്യൻ പൊളിറ്റിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ തന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, അതുപോലെ ബയോളജി ആൻഡ് എൻവിറോൺമെന്റ്, അതുപോലെ ആർട്ട്, കൾച്ചർ ആൻഡ് അവാർഡ്സ്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്, ഗവൺമെന്റ് സ്കീം ഉണ്ട്, പിന്നെ സ്റ്റേറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാപിറ്റൽ, അതായത് ഇന്ത്യയിലുള്ള മൊത്തം സ്റ്റേറ്റും അതിന്റെ ക്യാപിറ്റലും അതുപോലെ എല്ലാ കാര്യങ്ങളും, പിന്നെ റിവേഴ്സ് ഓഫ് ഇന്ത്യ. ഇങ്ങനെ ഏകദേശം 1000 ചോദ്യങ്ങളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. GK എന്ന് ഹൈ ചാൻസ്, SSC പോലുള്ള എക്സാമിൽ പ്രത്യേകിച്ച് ഹൈ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 10 ഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഓരോരോ ഭാഗങ്ങളും നിങ്ങൾ 100 ചോദ്യം വെച്ച് പഠിക്കാം. ഒരു ദിവസം 100 പഠിക്കുന്നു, രണ്ടാമത്തെ ദിവസം 100 പഠിക്കുന്നു, മൂന്നാമത്തെ ദിവസം 100 പഠിക്കുന്നു. അങ്ങനെ പഠിച്ചു പോവുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 1000 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ റിവിഷനും കൂടി ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് പരീക്ഷയിൽ സഹായിക്കുന്നതായിരിക്കും. സോ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് നമ്മുടെ ഇതുപോലുള്ള ചോദ്യങ്ങൾ വാങ്ങി പഠിച്ചവരുടെ ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. ആർമിയുടെ PDF നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ വാങ്ങി പഠിച്ചവരുടെ ഡീറ്റെയിൽസ് ആണ്. എന്തായാലും ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാങ്ങാനുള്ള ലിങ്ക്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് പോകുന്നതായിരിക്കും. അവിടുന്ന് ഇതിന്റെ പേയ്മെന്റ് ഉണ്ട്, 99 രൂപയാണ്. അത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം അവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു PDF ലഭിക്കുന്നതായിരിക്കും. സോ അവിടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.